നമസ്കാരം. ഒപ്പോസിഷൻ ലീഡറുടെ മുഖത്ത് ചവിട്ടുന്നു, ഒപ്പോസിഷൻ എംപിമാരെ ഈ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. ഈ ജനാധിപത്യം എങ്ങോട്ടാണ്? ഇങ്ങനെ രാജ്യം ഭരിക്കാം എന്നാണോ? ശ്രീ അഭിലാഷ് മോഹൻ, ഈ ചർച്ച ആദ്യം മുതൽ കാണുന്ന ആളുകൾക്ക് ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ബാലഗോപാൽ ബി നായർ പറഞ്ഞ കാര്യവും നിങ്ങൾ പറഞ്ഞ കാര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശ്രീ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇടയ്ക്ക് രാഹുൽ ഗാന്ധി താഴെ വീഴുന്നത് കണ്ടു, അദ്ദേഹം മുഖം മറച്ചിരിക്കുന്നത് കണ്ടു, അദ്ദേഹത്തിന്റെ മുഖത്ത് പോലീസ് ചവിട്ടിയെന്ന് ചില ആളുകൾ ആരോപിക്കുന്നതായി കേട്ടു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി മുഖം മറച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പിന്നീട് സംസാരിച്ചതെന്നാണ്. അടുത്ത കൂടത്തിൽ അങ്ങ് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്നതൊരു സ്ഥാപിത സത്യമായിട്ട് അങ്ങ് സംസാരിക്കും. അങ്ങയുടെ പക്ഷം പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് മുറിവുണ്ട്. അതിപ്പോ ആ ദൃശ്യം ഇത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിൽ നടന്ന ഒരു ചർച്ചയിൽ നിന്നുള്ള ചില ഭാഗമാണ്. ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാള മാധ്യമങ്ങൾ CJPയുടെ സമരത്തിന് നേരെ നടത്തുന്ന ചില സമീപനങ്ങളുണ്ട്. അതായത് ഈ സമരം ഒരു ജനാധിപത്യ സമരമാണെന്ന് കാണിക്കുവാനും കോൺഗ്രസും മറ്റ് ഇടതുപക്ഷ സംഘടനകളും വളരെ ജനാധിപത്യപരമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്നും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതിൽ നടപടികൾ നടത്തുന്നത് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വല്ലാത്ത ശ്രമം തന്നെയാണ് മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടത്തിയത്. പ്രത്യേകിച്ച് മാതൃഭൂമി ചർച്ചയ്ക്കിടയിലൊക്കെ ഒരു സംഭവം ഉണ്ടായത്. അതായത് അവരുടെ ഡൽഹി റിപ്പോർട്ടർ ഒരു കാര്യം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ രാഹുൽ ഗാന്ധി വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ വാഹനങ്ങൾക്ക് പോലും നമുക്ക് വളരെ സ്ലോ ചെയ്ത് പോകുവാനുള്ള അനുവാദമില്ല. അത്രമാത്രം വലിയ സുരക്ഷയുള്ള ഈ മേഖലയിലേക്കാണ് പ്രതിപക്ഷം ഇരച്ചെത്തുകയും അവിടെ നിന്നുകൊണ്ട് ഒരു സമരം നടത്തുവാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും പോലീസിന് ആ വിഷയത്തിൽ ഇടപെട്ടേ മതിയാവുകയുള്ളൂ. അതിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിയായി ജിതേന്ദ്ര സിംഗ് തന്നെ നേരിട്ടെത്തുന്നു. എന്നാൽ അതിൽ വഴങ്ങിക്കെടുക്കുവാനായിട്ട് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പോലീസ് നേരെ എത്തുന്നു. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടതുണ്ട്. അതങ്ങനെ അവർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നതിനിടയിൽ പിടിവലിക്കിടയിൽ, അതായത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷത്തിൻ്റെ അംഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തിയിട്ടുണ്ടായിരുന്നു, അതായത് പോലീസുമായിട്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി തറയിൽ വീഴുന്നു. തറയിൽ വീഴുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ടർ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പോലീസ് ചവിട്ടിയതാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ആരോപിക്കുന്നു. അതിന് യാതൊരു തെളിവുമില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് അഭിലാഷ് മോഹൻ്റെ ടേണിൽ അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പോലീസുകാർ ചവിട്ടിയെന്ന്. ഇത്തരത്തിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുവാനായിട്ട്, അതായത് പോലീസുകാർ അങ്ങോട്ട് പോയി ആക്രമണം നടത്തി എന്ന് തെളിയിക്കുവാനായിട്ട് വല്ലാത്ത വ്യഗ്രതയാണ് മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്നത്. ഇത് തികച്ചും ശരിയായ ഒരു സമീപനമേ അല്ല. എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും CJP അവിടെ നടത്തിയ സമരത്തിൻ്റെ ഒരു പ്രത്യേകത? 20-ലധികം വാഹനങ്ങളാണ് തച്ച് തകർക്കപ്പെട്ടത്. പോലീസ് വാഹനങ്ങൾ, പോലീസ് വാനുകൾ, ഇതിന് പിന്നെയും കാറുകൾ 20ഓളം, അതിന് മുകളിൽ പോലീസ് വാനുകൾ ഈ രീതിയിൽ ആക്രമിച്ച് ഈ വാഹനങ്ങളെയൊക്കെ തച്ച് തകർക്കുകയും പോലീസിനെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ച് 118ഓളം പോലീസുകാർക്കാണ് പരിക്കേറ്റത്. അതിൽ വനിതകൾ ഉണ്ടായിരുന്നു, വനിതാ പോലീസ് ഉണ്ടായിരുന്നു. ഒരു പടി കൂടി കടന്ന് പിന്നെയും മറ്റ് ചില രീതിയിലൊക്കെ പ്രക്ഷോഭം വ്യാപിക്കുകയും അത് അക്രമം എന്ന രീതിയിലേക്കാണ്, വളരെ ബാർബേറിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ആ അക്രമം മുന്നോട്ട് പോവുകയാണ്. മാധ്യമ പ്രവർത്തകരെ ലൈംഗികമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കുന്നു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരു മാധ്യമ പ്രവർത്തകരെ അവരുടെ അവരുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നു. ആ രീതിയിൽ ആരാണ് അതിനുള്ള അനുവാദം ഇവർക്ക് കൊടുത്തത്? അതും ഒരു വനിതയായ മാധ്യമപ്രവർത്തക. മറ്റൊരു മാധ്യമപ്രവർത്തക റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവരുടെ പുറകെ ചെന്ന് കാലിൽ ചവിട്ടുന്നുണ്ട്, അവരെ അടിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ മർദ്ദിക്കുന്നു, അവരത് വിളിച്ചു പറയുന്നുണ്ട് ക്യാമറയിൽ കൂടി. പിന്നെ മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു മാധ്യമ പ്രവർത്തകൻ തന്നെ ഒരു കല്ല് വന്ന് വീഴുന്ന പതിക്കുന്ന കാര്യം വളരെ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും ജനാധിപത്യ സമരത്തിൻ്റെ കാറ്റഗറിയിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല എന്നാണ് മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ പറയുന്നത്. ഇത് എന്ത് തരത്തിലുള്ള നീതിയാണ് എന്ന് മനസ്സിലാകുന്നതേയില്ല. കാരണം രാജ്യത്തിൻ്റെ വളരെയധികം ഹൈ സെക്യൂരിറ്റി സോണിലേക്ക്, വളരെയധികം സുരക്ഷ നൽകേണ്ട മേഖലയിലേക്ക് ഇവർ ചെന്ന് കയറുകയും ഈ സുരക്ഷാ മേഖലയിലേക്ക് അങ്ങോട്ട് പോയി സമരം നടത്തുകയും ആ സമരം നടത്തിയതിന് ശേഷം അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതിൻ്റെ ബാധ്യത മാധ്യമപ്രവർത്തകർക്കുണ്ട്. എന്നാൽ ഈ സുരക്ഷാ മേഖലയിൽ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ അംഗങ്ങളും മാർച്ച് ചെയ്യുകയും പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാനും എതിരെയുള്ള അത്തരത്തിലുള്ളൊരു സമരത്തെ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളിയാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ ഇതിനിടയിലേക്ക് ഒരു തീവ്രവാദി, ഒരു ഭീകരവാദി കടന്നുകൂടിയാൽ എങ്ങനെയാണ് തിരിച്ചറിയുക? സ്ലീപ്പർ സെൽസുകൾ കടന്നുകൂടിയാൽ എങ്ങനെയാണ് തിരിച്ചറിയുക? രാജ്യം ഇതിലും ഭയാനകമായ അവസ്ഥയിലേക്ക് പോകും.
അതിനാരാണ് ഉത്തരം പറയുക? അപ്പോഴും തികച്ചും ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുവാനാകുമോ? ഇല്ല. തീർച്ചയായും ഇത്തരം കാര്യങ്ങളെ അതുകൊണ്ട് തന്നെ ചില കൃത്യമായ രീതിയിൽ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സമരം നടത്താവൂ ഈ മേഖലകളിലൊക്കെയും. പക്ഷേ അനുവാദം പോലും ഇല്ലാതെ CJPയുടെ ആൾക്കാർ ഇരച്ചെത്തുകയാണ്. ഒപ്പം കോൺഗ്രസിൻ്റെ ആൾക്കാരും. നമ്മുടെ നാട്ടിലെ പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയക്കാർ പോലും അതിനെ ആക്രമിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇവിടെ ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു MP, ഡീൻ കുര്യാക്കോസ് വളരെ അധികം കോൺഗ്രസിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ ആ രീതിയിൽ ആ നേതാവ് നടത്തിയ ഒരു ഷോ ഓഫ് ഉണ്ട്. അതായത് പോലീസുകാർക്ക് നേരെ അക്രമം നടത്തിക്കൊണ്ട് വളരെയധികം മോശമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ എല്ലാവരും തന്നെ കണ്ടതാണ്. ഇതൊന്നും കണ്ടില്ല എന്ന മട്ടിലാണ് മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ വാർത്തകൾ അവതരിപ്പിച്ചതെന്നാണ് ആ രീതിയിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മലയാളത്തിലെ അപ്പോൾ തിരിച്ച് BJPയുടെ ആൾക്കാർ അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. അതായത് ശങ്കുറ്റി ദാസ് അടക്കമുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനം ആണ് ചെയ്യുന്നത് എന്ന് ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അവരവരുടേതായ കർത്തവ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചോദ്യങ്ങൾ ആ രീതിയിൽ ഫ്രെയിം ചെയ്യുന്നു, അജണ്ടകൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും കൃത്യമായ രീതിയിൽ തന്നെ അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമല്ല ഇവിടെ കാണുന്നത്, സാധാരണ ജനങ്ങൾക്ക് ഇന്ന് കാണുവാനും കേൾക്കുവാനുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് പുറത്തു നിന്നുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള കള്ളം പടച്ചു വിട്ടാലൊന്നും ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പോകുന്നില്ല. അവിടെ വന്നു കൂടിയിട്ടുള്ള യുവാക്കളുടെ ഒരു സംഖ്യ പോലെ അല്ല, അതിന് പുറത്ത് ധാരാളം യുവാക്കളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനെ എങ്ങനെ എതിർക്കണമെന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് എന്ത് തരം കള്ളത്തരം പടച്ചു വിട്ടാലും തീർച്ചയായിട്ടും അതൊന്നും വിജയിക്കുവാനേ പോകുന്നില്ല. ഇതൊന്ന് പരിഷ്കരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തുക, വളരെയധികം സെക്യൂരിറ്റി കൊടുക്കേണ്ട ഇടങ്ങളിൽ അത് കൊടുത്തുകൊണ്ടേ പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം തന്നെ അതിനെ പിൻപറ്റിക്കൊണ്ട് പല മാധ്യമപ്രവർത്തകർക്ക് പുറമെ ചില അഭിനേതാക്കൾ, ചില ബ്ലോഗർമാരൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടിട്ടുണ്ട്. അവരൊന്നും ഈ അക്രമത്തെ കാണുവാനോ ഈ അക്രമത്തെ അറിയുവാനോ ശ്രമം നടത്തിയില്ല. മറിച്ച് CJP നടത്തുന്ന ജനാധിപത്യപരമായ പോരാട്ടത്തെയാണ് മാത്രമാണ് അവർ കണ്ടത്. ഇത് എന്ത് തരത്തിലുള്ള ജനാധിപത്യ പോരാട്ടമാണ്? അക്രമത്തിൽ മുങ്ങിയ പോരാട്ടം എന്ന